അമ്മേ. ഓ, ഞാനിപ്പോ വരാവേ. നീ എങ്ങോട്ടാ? തയ്യൽ കടയിലേക്ക്. എന്റെ ചുരിദാർ തയ്ച്ചു. വേഗം വന്നേക്കണോട്ടോ. ആ 18:48. 21. ചേട്ടാ ഇതെപ്പോ തരും? 2 ദിവസത്തിനുള്ളിൽ തരും. ഉറപ്പാണ്? ധൈര്യമായിട്ട് പോന്നേ. കുമാരേട്ടാ. ആ ചിന്നുവാ. ഈ ചുരിദാർ ഇട്ട് ചിന്നുക്കുട്ടി ഒരു കല്യാണത്തിന് പോണം. അപ്പൊ ചിന്നുക്കുട്ടി എല്ലാരും നോക്കി നിൽക്കും. ഇവിടെ ഇപ്പൊ ആരുടെയും കല്യാണവും ഇല്ല. കുമാരേട്ടന്റെ കല്യാണം എപ്പോഴാ? അതിനെന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? ശരിയാ, ഞാനിത് എപ്പോഴും ആലോചിക്കും. ഏട്ടന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് കുമാരേട്ടന് എത്ര വയസ്സുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കുമാരേട്ടനെ കിട്ടിയേനെ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. അല്ല കുമാരേട്ടാ, നമ്മുടെ ലാലി ആന്റിയുടെ മോൾ എങ്ങനെയുണ്ട്? കുമാരേട്ടന് പറ്റിയ പെണ്ണാ. തിന്നാനൊന്നും കൊടുത്തില്ലേലും നിറം വെക്കാനുള്ള കുറെ ക്രീം മേടിച്ചു കൊടുത്താൽ മതി. മരണം വരെ കുമാരേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പോട്ടെ. റോസ് ചേച്ചി, ദേ സ്മിത ചേച്ചി തന്ന തുണിയാ. കൊള്ളാലോടി ഇത്. ഒന്ന് മണത്തു നോക്ക്. ഹായ്, എന്ത് നല്ല മണം. സ്മിത ചേച്ചി അടുത്ത് വരുമ്പോ ഈ മണാ, എന്ത് രസാ. നിങ്ങളൊക്കെ മണ്ടികളാ. സ്മിത ചേച്ചിനെ പോലെ എന്തെങ്കിലും ജോലിക്ക് പോക്കൂടെ? നീ പോടി, നിന്റെ ഒരു സ്മിത ചേച്ചി. അവൾ ആ കുട്ടിയെ പഴപ്പിക്കും. അയ്യോ, കുമാരൻ ഇങ്ങോട്ട് വന്നാ? ഞാൻ അങ്ങോട്ട് വന്നാനല്ല. ആ കുമാരൻ ഇരിക്കി. ആയിക്കോട്ടെ. മോളെ ശ്രീദേവി, കുമാരേട്ട വന്നിരിക്കണ്. ഇന്നവക്കടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കും എടുത്തോട്ടാ മോളെ. ഞാൻ ശ്രീദേവി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, എനിക്ക് കേട്ടാമതൊരു പൂമാരൻ മുല്ലപ്പൂവട്ടന്റെ കുഞ്ഞിനെ തന്നെ എനിക്ക് തൊട്ടണം അല്ലടാ. തന്നെ കെട്ടേണ്ട വന്നാ ഞാൻ ആത്മഹത്യ ചെയ്യോടാ പട്ടി. പോടാ. അയ്യോ, നീ അവരത്താശ പറയണ്ട. അവക്കടെ മുഖത്ത് വെക്കാണ് കെട്ടിക്കോട്ടെന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ചവിട്ട് കൊള്ളിക്കണേ. അത് നീ ആദ്യം ചോദിക്കും. എന്ത് ചോദിക്കാൻ? ഒന്നും ചോദിക്കാനില്ല. കൊക്കിനെയും കാക്കനെയും തിരിച്ചെടുത്തത് നിങ്ങൾക്കാ. അയ്യോ വന്നടി വെള്ളരിപ്രാവ്. കൊണ്ടുപോടി മുള്ളം മതിന. ആ കൊണ്ടുപോ തന്നെ ചെയ്യും. ചേച്ചിക്ക് അറിയാലോ, എനിക്കൊരു കൂട്ട് തരുമോ എന്ന് ഇയാളോട് ചോദിക്കാനുള്ള മടികൊണ്ടാ ഞാനിവിടെ തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ കുമാരേട്ടാ. അയ്യോ ഇനി പാട്ടൂടി പാടിയാ മതി. അമ്മക്കടെ കൂട്ടിച്ച പ്രേമ പാടിങ്ങട്. എനിക്ക് കുമാരേട്ടാ പതുക്കെ പതുക്കെ നോക്കി നടക്കും മോനെ.
നല്ല വേനയുണ്ടല്ലേ? ആ വാളംപുളി ഉണങ്ങി കൊടുത്ത ആ തള്ളയുടെ ഇടി. അയ്യോ. ഓക്കെ ബോസ്, ഞാൻ പോണേ. Hey, Rocky, give me my money. Give me my money. I arrange. I want my money now. I don't cheat. I arrange. 1 minute. Cheater. 1 minute. Wait. Okay. But not compromise. Hey, man! Stop! I will complain the police. Stop! നിന്റെ പണി കഴിഞ്ഞു കേട്ടാ. Hey! Wait! Come back! Give me my money! I give you money. You will never cheat anybody. Rocky, bloody man. ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ബാക്കി നാളെ. അവൾക്ക് വേറെ പണിയില്ല. അവൾക്ക് 12 വയസ്സുള്ള ചെറുക്കൻ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്താണ്. അവൻ പേടിച്ച് നാട് വിട്ടു. ഇപ്പൊ അവന്റെ അപ്പ എന്റെ തേടി നടക്കണേ. ഈ ഊളൊരിക്കലും ഇന്ത്യൻസ് കൂട്ടിക്കൊടുത്ത ചരിത്രമില്ല. ഈ ഫോറിനേഴ്സ് ഒക്കെ ബിഹേവ് ഊളഫ്രിക്ക് കയറിയിട്ടില്ല. വിട്ടോടാ ആവട്ടെ. അളയപ്പ ഒരു സേട്ടാ. ഓനാമരെ നീ ചെറുപ്പമല്ലടാ. കായിക്ക ആ ബാഗ് എടുത്തോണ്ട് പോയി വണ്ടിയെ വെച്ചേക്ക്. ലുക്ക് ജെന്റിൽമാൻ, നെക്സ്റ്റ് വീക്ക് ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കാണാം. ഓക്കെ മോനെ അളയപ്പ, യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫിലേക്ക് ഒരു പെണ്ണിനെ കൂടി കൂട്ടി വരാനാണെങ്കിൽ അതിനി വേണ്ട. പിന്നെ സന്യസിക്കാം. ഇളയപ്പയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ ചിത്ര സിനിമയിലെ വാടക ഭർത്താവായ വിഷ്ണുവിനെ പോലെ എനിക്ക് വാടകയ്ക്ക് ഒരു ഭാര്യ സംഘടിപ്പിച്ചോ. അപ്പൊ പിന്നെ എന്റെ പാടവും പോക്കും, എനിക്ക് താഴത്തും കേട്ടാ. സംഭവം കൊള്ളാം. പക്ഷേ ആ പടത്തില് നെടുമുടി വേണുവിന്റെ പേര് കൈമൾ. ആ, എനിക്ക് ആ കൈമളിന്റെ അത്ര എക്സ്പീരിയൻസ് പോരാ. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, ഫ്ലൈറ്റിന് സമയമല്ലേ. ഞാൻ എങ്ങനെ പോകും മോനെ? നീ ഇനിയും വീണാലോ? വീഴട്ടെ ഇളയപ്പ, വീഴട്ടെ. എന്നാലേ കാര്യങ്ങളൊക്കെ വേഗത്തിലാവും. അല്ലെങ്കിൽ ഭയങ്കര ലാഗാ. അമീറെ മോനെ, അങ്ങനെ പറയരുത്. പോട്ടെ. ഞാൻ എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞു. പക്ഷെ അമീർ എന്നോടൊന്നും പറഞ്ഞില്ല. അമീറിന് പറയാമായിരുന്നു. ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ റാണി എന്നെ സഹതാപത്തോടുകൂടി കാണും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അമീറിന് വിഷമല്ലേ? അവരെ കണ്ടു, അത് ഞാൻ മിസ് ചെയ്യാറുണ്ട്. നാളൊരു പക്ഷെ ഞാൻ പൂർണ്ണമായും വീൽ ചെയറിലേക്കോ ബെഡിലേക്കോ പോകുമ്പോൾ അവിടെ നിന്ന് മരണത്തിലേക്കുള്ള അകലം, അത് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആയേക്കാം. ആ സമയം എനിക്ക് ഓർത്തു വയ്ക്കാൻ ചില ചന്തമുള്ള ഓർമ്മകൾ, ഒരു കൂട്ട്, അതും ഞാൻ മിസ് ചെയ്യാറുണ്ട്. താൻ പോരുന്നു എനിക്കൊരു കൂട്ടായിട്ട്?
സൂപ്പർഡാ സൂപ്പർ. അങ്ങനെ നിന്നു, ഞാൻ കുറച്ച് സ്നാപ്സ് എടുക്കട്ടെ. ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പോവാ. നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്ക്. അയ്യോ അതാരാ? അതൊക്കെ ഉണ്ട്. അവൻ നിന്നെ കെട്ടിയ പിന്നെ നീ ആരാ? ഈ മേക്കപ്പും പട്ടുടുപ്പും പിന്നെ നിന്റെ അച്ഛനെ അമ്മയും വരെ അവൻ പണം വിട്ട് മൂടും. ഇനി നമുക്ക് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. വാ, ഇവിടെ നിൽക്ക്. സ്മൈൽ. ചിന്നു, എന്ത് കോലാടിയത്. നീയോ നശിച്ചു. ഇനി ഒന്നും അറിയാത്ത ഈ കൊച്ചിനെ കൂടി എന്തിനാടി? നശിച്ചത് ഞാനല്ല, നീയാ. കള്ളി, പേരും കള്ളി. ചിന്നു നീ പോ. നിന്റെ കച്ചവടം ഈ കോളനിയിലെ പിള്ളേരുടെ അടുത്ത് ഇറക്കരുത്.